പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ചിക്കൻ പോയി വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കൊണ്ട് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് മസാലയൊക്കെ പുരട്ടിയെടുക്കണം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ട് വേണം അതൊന്ന് മസാലയൊക്കെ പുരട്ടിയെടുക്കാൻ. അതിന് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മക്കൾ പറയും അമ്മയോട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന്. ഇതൊരു സാധാരണ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ, സിമ്പിൾ ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിന് മസാലയൊക്കെ പുരട്ടി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെന്ന് വെച്ചു. പിന്നെ അച്ഛൻ പറയും, ഭാര്യയോട് പറയും എനിക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഭാര്യമാരെന്താണ്, എത്രയും പെട്ടെന്ന് അവർക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ മക്കൾക്കും അച്ഛന്മാർക്കും ഇപ്പോൾ ബാച്ചിലറായിട്ട് താമസിക്കുന്ന ആണുങ്ങളും ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അവർക്കും സിമ്പിളായിട്ടൊക്കെ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണത്. ഇനിയിപ്പോൾ നമ്മുടെ സവാള ഗിരിഗിരിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇന്ന സാധനങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ അരി ഇങ്ങനെ സെപ്പറേറ്റ് വേവിച്ചിട്ടെടുത്തിട്ടാണ് ഞാനിങ്ങനെ ചേർക്കുന്നത് കേട്ടോ. ചിക്കനിലേക്ക് ഇട്ട് എടുക്കാറില്ല. അരി സെപ്പറേറ്റ് വേവിച്ച് വാർത്ത് അതിൻ്റെ ആ പശത്തുള്ള വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എടുത്ത് ചോറ് ആയിട്ട് മാത്രമേ ചിക്കനിലേക്ക് ചേർക്കാറുള്ളൂ. അങ്ങനെ ചിക്കൻ കറിയും ചോറും വെച്ച് ചിക്കൻ കറിയും ആക്കി അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തൊക്കെ എടുത്ത് അവരുടെ മുമ്പിലേക്ക് വിളമ്പിയൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്കൊരു മനസ്സിനൊരു സന്തോഷം. അങ്ങനെ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിമ്പിൾ റെസിപ്പി ആയിട്ട് പറഞ്ഞു തന്നെയെന്ന് വെച്ചാൽ നിങ്ങളും ഒക്കെ ഉണ്ടാക്കി ഉള്ള ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ നിങ്ങളും ഒന്നൊക്കെ പറഞ്ഞു തരണം കേട്ടോ. ഇത് ഇന്നതുപോലെയൊക്കെ ചെയ്യണം. എനിക്കറിയാൻ പാടാത്ത കാര്യങ്ങളും മറ്റുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെയാണല്ലോ അറിവുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യം എന്നോട് പറയുക, കമൻ്റായിട്ട് പറയുക. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് പറയുക. അപ്പോൾ ഓരോരോ സെക്ഷനിലായിട്ട് ചിക്കൻ ഞാൻ അടപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി കറി ഒന്നായി വരണം. അപ്പോഴേക്കും ചോറൊക്കെ വെന്തിട്ടുണ്ട്. ചോറ് ഞാൻ വാർത്ത് ഇട്ടിട്ടുണ്ട് അവിടെ, അത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെ ചിക്കനിലേക്ക് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തു, വേപ്പില മല്ലിയില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് മൂടി വെച്ചപ്പോഴേക്കും ചിക്കൻ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് വേണ്ട മിക്സിങ് നമുക്ക് ചോറിന് വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് സവാള വറുത്തെടുത്തിട്ട് അതിൽ ആ സവാള വെച്ച് പകുതി ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്കാണ് കേട്ടോ ഞാൻ കശുവണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചോറും ചിക്കൻ റെഡിയായ അതിലേക്ക് ചോറിട്ട് ഇനിയിപ്പോൾ ആ പുറമേ ഒന്ന് മല്ലിയിലയും നെയ്യിൽ വറുത്ത ഇതും കുറച്ച് ക്യാരറ്റും ഒക്കെ ചേർക്കാനുണ്ട്. ഞാൻ അതൊക്കെ ചേർത്ത് നെയ്യിൽ വറുത്തെടുത്ത ആ സവോളയും കശുവണ്ടിയൊക്കെ അതിൻ്റെ പുറമേക്ക് ഒന്നൊഴിച്ച് ആ നെയ്യും അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് അടച്ച് മൂടിയൊക്കെ വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ ബിരിയാണി, സിമ്പിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.